ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആക്സോണസ്റ്റ് ലേണിംഗ്. ആക്സോണസ്റ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലുള്ള ക്ലാസ്സൊക്കെ കണ്ടോ? കഴിഞ്ഞു അല്ലേ? നിങ്ങൾ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് അപ്പോഴേ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടു തീർക്കുന്നവരാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം 2025 ഏപ്രിൽ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വരെയുള്ള ക്വസ്റ്റ്യൻസാണ് പറഞ്ഞു കഴിഞ്ഞത് അല്ലേ? നിങ്ങൾക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ 4ാമത്തെ സെക്ഷനിലേക്കാണ് കടക്കുന്നത്. 31 മുതലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേ, 4ാമത്തെ സെക്ഷനാണ് എന്ന് മിസ് പറഞ്ഞു. 4ാമത്തെ സെക്ഷനാണ്. ഇവിടെയും നമുക്ക് എത്ര മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് കിട്ടാൻ പോകുന്നത്? 1 മാർക്കാണ്. അങ്ങനത്തെ 5 ക്വസ്റ്റ്യനാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് അടങ്ങിയിട്ടുള്ളത്. അങ്ങനെ 5 ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 5 മാർക്കാണ് ഈ ഒരു സെക്ഷന് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയായിരുന്നു, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കായിരുന്നു. ഈ ഒരു സെക്ഷൻ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയാലോ? എല്ലാവരും ഒന്ന് നമ്മുടെ കൂടെ വരിക. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? 5 എണ്ണം തെറ്റോ ശരിയോ എന്ന് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4ാമത്തെ സെക്ഷനിൽ വന്നിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻസ് തരും. അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. ഓക്കെ ആണോ എന്ന് വിചാരിക്കുന്നു. ഒന്ന് നോക്കിയേ, 31ാമത്തെ ക്വസ്റ്റ്യൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കിണർ വെള്ളം കിട്ടിയപ്പോൾ ഉതുപ്പാനെ എല്ലാവരും മറന്നു. കിണർ വെള്ളം കിട്ടിയപ്പോൾ ഉതുപ്പാനെ എല്ലാവരും മറന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉതുപ്പാനെ ആളുകൾ മറന്നു അല്ലേ? എപ്പോഴായിരുന്നു? ആ നാട്ടിൽ അല്ലേ ജല സൗകര്യങ്ങൾ നാടുകളിലെ എല്ലാ വീടുകളിലേക്കും ജലവിതരണം, ജലസേചനം ഉറപ്പുവരുത്തിയപ്പോൾ നമ്മുടെ ഉതുപ്പാൻ്റെ കിണർ വെള്ളം എല്ലാവരും മറന്നു. അപ്പോൾ അവിടെ എന്തായിരുന്നു? കുഴൽ വെള്ളമായിരുന്നു ആ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, കുഴൽ വെള്ളം ലഭിച്ചപ്പോഴല്ലേ ഉതുപ്പാനെ എല്ലാവരും മറന്നുപോയത്? അതെ. അപ്പോൾ കിണർ വെള്ളം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റായതുകൊണ്ട് ഇവിടെ എന്ത് വേണമായിരുന്നു? കുഴൽ വെള്ളം എന്നാണ് വേണ്ടിയിരുന്നത് അല്ലേ? കുഴൽ വെള്ളം കിട്ടിയപ്പോഴാണ് ഉതുപ്പാനെ എല്ലാവരും മറന്നുപോയത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. 30ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തീവണ്ടി ആപ്പീസിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായിയപ്പനോട് ചോദിച്ചു. അങ്ങനെ വെള്ളായപ്പനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ അല്ലേ? നമ്മുടെ വെള്ളായപ്പൻ എങ്ങോട്ടാണ് പോകുന്നത്? കണ്ണൂർ ജയിലിലേക്കാണ് പോകുന്നത്. കണ്ണൂർ ജയിലിൽ എന്താണ് അല്ലേ? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സ്വന്തം മകൻ അവിടെ അടക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ മകനെ കാണുവാനായിട്ട് കണ്ണൂർ ജയിലിലെത്തിയ സമയത്ത് അവിടെ കുതിരവണ്ടിക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നമ്മുടെ വെള്ളായപ്പനോട് വണ്ടി വേണമെന്ന് ചോദിച്ചോ? ചോദിച്ചില്ല അല്ലേ? വെള്ളായപ്പൻ അവരോട് അങ്ങോട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അതെ, പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ കുതിരവണ്ടിക്കാർ വെള്ളായപ്പനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? തെറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ മോഷ്ടിച്ചാൽ മതി ജയിലിലേക്ക് എത്താം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ വെള്ളായപ്പനെ പരിഹസിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ അല്ലേ? സാധാരണക്കാരനായ, വസ്ത്രത്തിലും സ്വഭാവത്തിലും രൂപത്തിലും ഒക്കെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ആര്? വെള്ളായപ്പൻ. അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു കുതിരവണ്ടിക്ക് ആവശ്യമുണ്ടാകില്ല എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കും അവരങ്ങനെ ചോദിക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വെള്ളായപ്പനോട് ചോദിച്ചു എന്നുള്ളത് തെറ്റാണ്. ചോദിച്ചില്ല എന്നാണ് വേണ്ടത്. നമ്മളിത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? സോറി മക്കളെ, ചോദിച്ചു അല്ല, നമ്മൾ എന്താ എഴുതേണ്ടത്? ചോദിച്ചില്ല മീൻസ് ചോദിച്ചില്ല എന്ന് വേണം നമ്മളിവിടെ എഴുതാൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ഭാഗം നോക്കിയേ. 33ാമത്തത് നാടകമായിരുന്നു സെബാസ്റ്റ്യൻ്റെ ഏക ദൗർബല്യം അല്ലേ? SR ലാലിൻ്റെ കർണപർവം എന്ന് പറയുന്ന നോവൽ നമുക്കറിയാം. എന്തായിരുന്നു? സെബാസ്റ്റ്യൻ അല്ലേ? നാടകത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? സെബാസ്റ്റ്യൻ അല്ലേ? നാടകം ഒരു വയസ്സായ സമയത്ത്, പ്രായമായ വാർദ്ധക്യം ബാധിച്ച സമയത്ത് നാടക കമ്പനി മക്കൾ ചേർന്ന്
അല്ലേ? നശിപ്പിക്കുകയല്ല, പിരിച്ചു വിട്ടു. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ സെബാസ്റ്റ്യനെ വല്ലാതെ അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അതൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് വരെ അയാളെ നയിച്ചു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. നാടകമായിരുന്നു സെബാസ്റ്റ്യൻ്റെ ഏക ദൗർബല്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 34ാമത്തെ ക്വസ്റ്റ്യൻ. നിർജീവമാം ദേഹമടക്കിയ പെട്ടി കടന്നുപോയത് കവി വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു. ഈ ഒരു ഭാഗത്ത് എന്താ പറയുന്നത്? ഒന്ന് പറഞ്ഞേ. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിലെ ഒരു വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിർജീവമാം ദേഹമടക്കിയ പെട്ടി കടന്നുപോയി. കവി എവിടെ നിൽക്കുമ്പോഴായിരുന്നു? കവി വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്നോ? അല്ല, കവി എവിടെ നിൽക്കുമ്പോഴായിരുന്നു? ഈ ഒരു ഭാഗം തെറ്റാണ്. കവി പാദവക്കത്ത് നിൽക്കുകയായിരുന്നു. ആ സമയം കവി പാദവക്കത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു എന്നുള്ളത് വന്നതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? തെറ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? തെറ്റാണ് എന്ന് പറയാം. സൂര്യൻ്റെ വല്ലായ്മ കണ്ട്, 35ാമത്തെ ക്വസ്റ്റ്യനാണ്. സൂര്യൻ്റെ വല്ലായ്മ കണ്ട് അന്ത്യത്തിരിയിലെ പെൺകുട്ടിയുടെ മനസ്സ് അലിഞ്ഞുപോയി, അല്ലേ? നമ്മുടെ അന്ത്യത്തിരി എന്ന് പറയുന്ന ഇടശ്ശേരിയുടെ കവിതയിലെ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. സൂര്യൻ എന്ത് ചെയ്തു? അന്ത്യമയങ്ങിയ സമയത്ത്, അല്ലെ, സന്ധ്യയാകുന്ന സമയത്ത് സൂര്യൻ എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണം, അല്ലേ? പകല് മുഴുവൻ ഈ അന്ത്യയാവുമ്പോൾ എന്ത് ചെയ്യാണ്? സൂര്യൻ കറങ്ങി കറങ്ങി ക്ഷീണിച്ച് അവശനായിട്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണം എന്നുള്ളത് കൊണ്ട് പലയിടത്തും ചെന്ന് ചോദിച്ചു. ആരും എന്ത് ചെയ്തില്ല? സൂര്യന് തങ്ങാൻ ഒരു ഇടം പോലും കൊടുത്തില്ല. അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി, അല്ലേ, ഇടശ്ശേരി പറയുന്നുണ്ട്, ആ ഒരു പെൺകുട്ടിയെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഒരു ഭാഗം വളരെ രസകരമാണ്, അല്ലേ? അപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്തു? സൂര്യന് ഒരു ദിവസം തങ്ങാൻ ഇടം കൊടുത്തോ? യെസ്, കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ആ പെൺകുട്ടി പറയുന്നത്? സൂര്യൻ്റെ ആ ഒരു ദയനീയമായ അവസ്ഥ കണ്ടിട്ട് പെൺകുട്ടിയുടെ മനസ്സ് അലിഞ്ഞു പോയിട്ടാണ് സൂര്യന് തങ്ങാൻ ഇടം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ 35ാമത്തെ ക്വസ്റ്റ്യൻ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞേ എല്ലാവരും. 35ാമത്തെ ക്വസ്റ്റ്യൻ ശരിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ ഇതും തെറ്റാണ്. കിണർ വെള്ളം കിട്ടിയപ്പോൾ ഉതുപ്പാൻ എല്ലാവരും മറന്നു, ഇതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലാണ് നമ്മൾ ഓരോ ഭാഗവും ഓരോ വരിയിലൂടെയും കടന്നു ചെന്നിട്ട് വേണം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് മിസ്സ് വിചാരിക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഓരോ ക്ലാസ്സിലും മിസ്സ് അത് തന്നെയാണ് പറയുന്നത്. യൂണിറ്റിലെ ഓരോ പാഠഭാഗങ്ങളിലേക്കും അതിൻ്റെ എഴുത്തുകാരിലേക്കും ഒക്കെ ഇറങ്ങി ചെന്നിട്ട് നിങ്ങൾ വായിക്കുക, പഠിക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.